എളമക്കരയ്ക്കടുത്ത് പുതുക്കലവട്ടത്ത് നിന്ന് പിടിയിലായ മുഹമ്മദ് നിഷാദ് മലപ്പുറം പൊന്നാനി സ്വദേശിയാണ്. 2 വർഷമായി കുടിവെള്ള വിതരണവുമായി നഗരത്തിലുണ്ട്. കുടുംബത്തിനൊപ്പം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ഇന്നലെ രാത്രി ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് 1/2 കിലോ MDMA കണ്ടെത്തിയത്. ഇയാൾ MDMA ഉപയോഗിക്കുന്ന ആളാണ്. ഇത് സോഴ്സും മറ്റു ഡീറ്റെയിൽസും ചോദിച്ചിട്ട് ഇയാൾ വെളിപ്പെടുത്തുന്നില്ല, അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. വിൽപ്പനക്കായിട്ട് കൊണ്ടുവന്നതാണ്, 1/2 കിലോഗ്രാം ഉപയോഗത്തിനായിട്ടല്ല. MDMA സാധാരണ ഗ്രാമിന് 2000 രൂപയുണ്ട്. അപ്പോൾ 550 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 10,12,000 രൂപ വില വരും. കുടിവെള്ള വിതരണക്കാരുടെ സംഘടനയുമായുള്ള പ്രശ്നങ്ങളുടെ പേരിൽ തന്നെ കുടുക്കിയതാണെന്ന് പോലീസ് നടപടിക്കിടെ മാധ്യമങ്ങളോട് നിഷാദ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ നിഷാദിന്റെ വീട്ടിൽ നിന്ന് ലഹരി കണ്ടെടുത്തതിന്റെ ദൃശ്യങ്ങളടക്കമുണ്ടെന്നും നിഷാദ് പറയുന്നത് കളവാണെന്നും പോലീസ് വിശദീകരിച്ചു. ഇന്നലെ ഇവിടെ ചെയ്തെല്ലാം നാടകത്തിലായിരുന്നു, കംപ്ലീറ്റ് നാടകത്തിന്റെ ഒരു അവസ്ഥ. 17 കുടുംബം പട്ടിണിയാവുമ്പോൾ ആലുവ മുട്ടത്ത് നിന്ന് പിടിയിലായ ഓച്ചന്തുരുത്ത് സ്വദേശി ഷാജിയിൽ നിന്ന് 47 ഗ്രാം MDMA ആണ് കണ്ടെടുത്തത്. ഷാജിയും പുതുക്കലവട്ടത്ത് നിന്ന് പിടിയിലായ നിഷാദും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കൊച്ചി സ്വദേശിയായ അമീറാണ് MDMAയുമായി അറസ്റ്റിലായത്. ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളായ ഐനുൽ ഹക്ക്, അലി ഇമ്രാൻ എന്നിവരിൽ നിന്ന് ബ്രൗൺ ഷുഗറും കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.